പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 സൈക്കോളജിയുടെ മലയാളം മീഡിയത്തിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഷേപ്പിംഗ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള, കൾച്ചർ എന്ന് പറഞ്ഞാൽ സാംസ്കാരികപരമായിട്ട് ഷേപ്പ് ചെയ്യാൻ ഒരു വ്യക്തിയുടെ മൈൻഡ്, മനസ്സിനെ കുറിച്ചും ബിഹേവിയറെ കുറിച്ചും ആണ് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് NIOSന്റെ SSLC +2 അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ അതിന്റെ രജിസ്ട്രേഷൻ വർക്കുകൾ, ക്ലാസുകൾ, ഗൈഡുകൾ, പ്രാക്ടിക്കൽ ഫയലുകൾ എല്ലാം നമ്മുടെ സെന്ററിന്റെ കീഴിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്കും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങളും നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് 2 ചാപ്റ്ററിന്റെ തുടർച്ചയായിട്ടാണ് മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഹു പ്രൊപ്പോസ്ഡ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ്? ഉത്തരം ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ഹ്യൂമൻ ബീയിങ് ഫ്രം അതർ സ്പീഷീസ് ആണ്? മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം പ്രത്യേകതകളാണ്? ഉത്തരം 2 കാലുകൾ ഉപയോഗിച്ച് നേരെ നടക്കാനുള്ള കഴിവ്. 2 തലച്ചോറിന്റെ വലിപ്പവും വ്യത്യസ്ത ബ്രെയിൻ ടിഷ്യൂവിന്റെ അനുപാതം. ഇതൊക്കെ മനുഷ്യനുള്ള പ്രത്യേകതയാണ്. സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് എ സെൽ? എന്താണ് കോശം? ഉത്തരം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കോശം. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇത്തരം കോശങ്ങളുടെ പ്രവർത്തനമാണ്. നെക്സ്റ്റ് ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദ മെയിൻ പാർട്സ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഒരു ന്യൂറോണിലെ പ്രധാന ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കണം. ഇപ്പൊ നെർവസ് സിസ്റ്റം കാണപ്പെടുന്ന കോശങ്ങളെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് പല രീതിയിലുണ്ട്, എന്നാൽ ഭൂരിഭാഗം ന്യൂറോണുകൾക്കും പൊതുവായ ലക്ഷണങ്ങളുണ്ട്. ഒരു ന്യൂറോണിന്റെ പ്രധാന ഭാഗങ്ങളാണ് സോമ, അതായത് സെൽ ബോഡി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഡെൻഡ്രൈറ്റ്സ്, ആക്സൻസ്. സോമ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഇത് സെൽ ബോഡി അഥവാ സോമ എന്ന പേരിലാണ് അറിയുന്നത്. കോശങ്ങളുടെ പരിപാലനം നിയന്ത്രിക്കുന്നത് സെൽ ബോഡിയാണ്. സെൽ ബോഡിയിലാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. പിന്നെ പറയുന്നതാണ് ഡെൻഡ്രിറ്റീസ്. ഡെൻഡ്രിറ്റീസ് വഴിയാണ് ന്യൂറോണുകൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഒരു ന്യൂറോണിൽ നിന്നുള്ള വിവരങ്ങൾ ആക്സൺ ടെർമിനൽ വഴി കടന്നു പോകുകയും പിന്നീട് ഈ വിവരങ്ങൾ മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സിൽ എത്തിച്ചേരുകയും ചെയ്തു. പിന്നെ പറയുന്നത് ആക്സൺ എന്ന് പറയും. സെൽ ബോഡിയിൽ നിന്ന് വിവരങ്ങൾ കടന്നു പോകുന്നതാണ്. ആക്സൺ ലോങ് ഫൈബർ വഴിയാണ് മൈലൻ ഷെഡ് ആക്സന്റെ പൊതിഞ്ഞ് കാണപ്പെടുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺ പാത്വേ ഉണ്ടാകുന്നത് ആക്സനിലാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് യു മീൻ ബൈ സിനാപ്റ്റിക് ക്ലഫ്റ്റ്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാൽ എന്താണ്? 2 ന്യൂറോൺസ് കൂടിച്ചേർന്ന ജംഗ്ഷനാണ്. 2 ന്യൂറോൺസ് കൂടിച്ചേർന്ന ജംഗ്ഷൻ പോയിന്റ് ആണ് സിനാപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിനാപ്സിലുള്ള വിടവാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ 2 മേജർ ടൈപ്സ് ഓഫ് നെർവസ്? നെർവസിന്റെ പ്രധാനമായ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്ന് റിസപ്റ്റർ ന്യൂറോൺ എന്ന് പറയും, നെർവസ് സിസ്റ്റത്തിലേക്ക് വിവരങ്ങൾ കൊണ്ടുവരുന്നത്. 2 മോട്ടോർ ന്യൂറോൺ, നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വിവരങ്ങൾ കൊണ്ടുപോകുന്നു. അടുത്ത ചോദ്യമാണ്, നെയിം ദ 2 പാർട്സ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, 2 പെരിഫറൽ നെർവസ് സിസ്റ്റം.
അടുത്ത ഷോ ദ ഡിവിഷൻ ഓഫ് നെർവസ് സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചാർട്ട്. ഒരു ചാർട്ട് മുഖേന നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷൻ കാണിക്കുക. ഇപ്പൊ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിനും സ്പിനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് സൊമാറ്റിക്കും ഓട്ടോണോമിക്കും. ഓട്ടോണോമിക് തന്നെ വരുന്നുണ്ട്, സിമ്പത്തറ്റിക്കും വരുന്നുണ്ട്, പാരാസിമ്പത്തറ്റിക്കും വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കാം. ഇപ്പൊ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതേപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. തലച്ചോറും സ്പൈനൽ കോഡും അടങ്ങുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. റിഫ്ലക്സ് ആക്ഷൻ ഒരു സ്പൈനൽ കോഡിന്റെ ഒരു പ്രവർത്തനമാണ്. റിഫ്ലക്സ് ആക്ഷന്റെ ഉദാഹരണമാണ് ചൂടുള്ള ഒരു വസ്തുവിൽ കൈ തൊടുമ്പോൾ കൈ പെട്ടെന്ന് പിന്നോട്ട് വലിക്കുന്നത്. അത് റിഫ്ലക്സ് ആക്ഷനാണ്. സ്പൈനൽ കോഡിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമുക്ക് സംവേദന നഷ്ടമാകും. ചിലപ്പോൾ ശരീരം തളർന്നു പോവുകയും ഇടയാകും. രണ്ട് പ്രധാന കോമ്പണന്റാണ് സ്പൈനൽ കോഡിനുള്ളത്. ഒന്ന് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. തലച്ചോറ് തലയോടിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഏകദേശം 1.4 കിലോഗ്രാം തൂക്കമുള്ള തലച്ചോറാണുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ 97% തലച്ചോറാണ്. തലച്ചോറിന്റെ പ്രധാന ഭാഗമാണ് സെരിബ്രം, സെറിബെല്ലം, ബ്രെയിന്, സ്റ്റെം എന്നിവ. ഇനി അടുത്ത ചോദ്യമാണ് ഇഫ് യു ടച്ച് എ ഹോട്ട് ഗ്ലാസ് യു സഡൻലി വിഡ്രോ യുവർ ഹാൻഡ്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? ഡിസ്ക്രൈബ് ദ പാത്ത് വേ ഓഫ്. ചൂടുള്ള ഒരു ഗ്ലാസ് കൈ തൊടുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു, കാരണം എന്ത്? റിഫ്ലക്സ് ആക്ഷനാണ് കൈ പിന്നിലേക്ക് വലിക്കുന്നതിനുള്ള കാരണം. ചൂടുള്ള ഒരു വസ്തുവിനെ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹീറ്റ് റിസപ്ഷനിലേക്ക് സജീവമാകും. അതിന്റെ ഫലമായി നാഡികളിൽ ഒരു പ്രതികരണം ഉണ്ടാകും. ഇത് സ്പൈനൽ കോഡിലെ ഒരു ഗ്രേ മട്ടറിലെത്തുന്നു. പിന്നീട് വൈറ്റ് പാറ്ററിലൂടെ കടന്ന് തലച്ചോറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ പ്രതികരണം തലച്ചോർ വിശകലനം ചെയ്യുകയും അതിന്റെ ഭാഗമായി പ്രതിപ്രവർത്തനം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യമാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദ സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിനെ കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. തലച്ചോറിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ആണ് സെറിബ്രൽ കോർട്ടക്സ്. തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങളാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ലെഫ്റ്റ് ഹെമിസ്ഫയറും രണ്ട് റൈറ്റ് ഹെമിസ്ഫയറും. ശരീരത്തിന്റെ ഇടതുവശത്തു നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫയറിലാണ്. സെറിബ്രൽ കോർട്ടക്സിന് 4 ഭാഗങ്ങളും ഉണ്ട്. ഫ്രണ്ടൽ ലോബ്, ഒസിറ്റൽ ലോബ്, പാർട്ടീഷ്യൽ ലോബ്, ടെമ്പറൽ ലോബ്. ഇതിന് കാഴ്ചയുമായി ബന്ധമുള്ള വിവരങ്ങൾ സ്വീകരിക്കുന്നു വിഷ്വൽ കോർട്ടക്സ് സ്ഥിതി ചെയ്യുന്നത് ഒസിപ്ഷ്യൽ ലോബിലാണ്. കേൾവിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വീകരിക്കുന്നത് ഓഡിറ്ററി കോർട്ടക്സ് ആണ്. ടെമ്പറൽ ലോബ് ആണ് പിന്നെ വേറൊന്ന് വരുന്നത്. ബോഡി സെൻസസ് എന്നുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് സൊമാറ്റോ സെൻസറി കോണ്ടസ്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യമാണ് നെയിം എനി 3 ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്ക്. ഏതൊക്കെയാണ് 3 ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്ക്? ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആക്സൽ ടെമോഗ്രാഫി, CAT സ്കാൻ എന്ന് പറയുന്നത്. പിന്നെ പെറ്റ് സ്കാൻ, പൊസിട്രോൺ എമിഷൻ ടെമോഗ്രാഫി, പിന്നെ MRI സ്കാൻ എന്ന് പറയുന്നുണ്ട്. ഫങ്ഷൻ മാഗ്നറ്റിക് റീസണൻസ് ഇമേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി എൻഡോക്രൈൻ സിസ്റ്റം. ശരീരത്തിലെ ഹോർമോൺ ലെവലിൽ നിയന്ത്രിച്ചു നിർത്തുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രെനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ഗോണ്ടാസ് തുടങ്ങിയാണ് പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇതില് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള തലച്ചോറിൽ റെഡിഷ് ഗ്രേ നിറത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നു. മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന്റെ വളർച്ച, അനുബന്ധ കാര്യങ്ങളും മെറ്റാബോളിസത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ് കഴുത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളർച്ച, ശാരീരിക ഊർജം, മാനസികാവസ്ഥ എന്നിവയെല്ലാം ഈ ഗ്രന്ഥി സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് അഡ്രെനൽ ഗ്ലാൻഡ് ആണ്. കിഡ്നിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നു.
മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നു. പിന്നെ പാൻക്രിയാസ് ആണ്. വയറിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ പാൻക്രിയാസ് ആവശ്യമാണ്. പിന്നെ ഗൊണാഡ്സ് എന്ന് പറയുന്നത് സെക്ഷൽ ഡെവലപ്മെന്റിനെയും സെക്ഷൽ ബിഹേവിയറിനെയും നിയന്ത്രിക്കുന്നത് ഗൊണാഡ്സ് ആണ്. പുരുഷന്മാർ ഗൊണാഡ്സ് ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ്? ഗെനോടൈപ്പും ഫിനോടൈപ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഓർഗാനിസത്തിൽ ജനിതരമായ നിർമ്മാണത്തെയാണ് ജെനോടൈപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണം TT എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതകളാണ് ഫിനോടൈപ്പ്. ഉദാഹരണം ഉയരക്കുറവ് എന്നൊക്കെ പറയും. ഇനി അടുത്ത, ഹൂ ആർ ദ മെയിൻ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റുമാർ ആയിരിക്കാം? പാരന്റ്സ് വരും, മീഡിയ വരും, സ്കൂൾ വരും, പിയർ ഗ്രൂപ്പ് വരും, മതപരമായ സ്ഥാപനങ്ങൾ വരും. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DNA? DNA ടെസ്റ്റ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സൈ റിബോണോക്ലെറിക് ആസിഡ് എന്ന പേരിലാണ് അറിയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ നമ്മുടെ ഈ മലയാളത്തിലുള്ള ഗൈഡുകൾക്കോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. 9037114679. ഓക്കെ, താങ്ക് യു.